എല്ലാവർക്കും ടു സ്ട്രോക്ക് ഓൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ പേര് സൽമാൻ. കുറച്ച് കാലമായി വീഡിയോസ് ചെയ്തിട്ട് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. എന്താ ചെയ്യാഞ്ഞതെന്ന് വെച്ചാൽ ഫോണൊക്കെ കംപ്ലൈൻ്റ് ആയി വീഡിയോ എടുക്കാൻ ഫോണില്ലാത്ത അവസ്ഥയൊക്കെ ആയതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഡിസ്ക് ബ്രേക്ക് ആഡ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. RXൽ ഡിസ്ക് ബ്രേക്ക് എങ്ങനെ ആഡ് ചെയ്യാം, ഒരു കുറഞ്ഞ ചിലവിൽ എങ്ങനെ ഡിസ്ക് ബ്രേക്ക് ആഡ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ RX മാത്രമല്ല, മറ്റുള്ള ഓൾമോസ്റ്റ് പഴയ വണ്ടികൾക്കും ഡിസ്ക് ഇല്ലാത്ത വണ്ടികൾക്കൊക്കെ ഏകദേശം ഇതേപോലെ തന്നെയാണ് ഡിസ്ക് ബ്രേക്ക് ആഡ് ചെയ്യൽ. അപ്പോൾ നമ്മളിത് പോയി പർച്ചേസ് ചെയ്യും. നമ്മൾ സാധാ പുളി മാർക്കറ്റ് പോയിട്ടാണ് ഇത് പർച്ചേസ് ചെയ്യണത്. പർച്ചേസ് ചെയ്ത് വീലൊക്കെ കെട്ടിക്കുന്നതും മൊത്തത്തിൽ ഓൾമോസ്റ്റ് എങ്ങനെ ഇത് ആഡ് ചെയ്യണമെന്ന് എന്താ പറയുക, ഓൾമോസ്റ്റ് ഫുൾ വീഡിയോ ഇതിലുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും ഡിസ്ക് ബ്രേക്ക് കയറ്റാൻ ഉദ്ദേശിക്കുന്നവരും ഇനി ഭാവിയിൽ വണ്ടി എടുക്കുന്നവരൊക്കെ വീഡിയോ മൊത്തമായിട്ട് ഇരുന്ന് കാണാൻ ശ്രമിക്കുക. അപ്പം ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്താണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ ഇട്ട് പോവാം. അപ്പോൾ നമ്മൾ പുളി മാർക്കറ്റിലാണ്. പുളി മാർക്കറ്റ് എന്ന് വെച്ചാൽ എല്ലാവർക്കും വരുന്ന ഒരു സ്ഥലമാണ്. ബൈക്കിൻ്റെയും അതുപോലെ തന്നെ കാറിൻ്റെ ഒക്കെ സ്പേസ് വില കുറവിൽ കിട്ടുന്ന ഒരു സെറ്റപ്പാണ് പുളി മാർക്കറ്റ്. നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് പൾസറിൻ്റെ ഫ്രണ്ട് ഫോർക്ക് വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിന് ഏകദേശം ഒരു 1200 രൂപയാണ് നമുക്ക് വില പറഞ്ഞത്. കുഴപ്പമില്ല, നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി. ഈ റബ്ബർ പുഷൊക്കെ പൊക്കി നോക്കിയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യണം ഓയിൽ സീലൊക്കെ പോയിട്ടുണ്ടോ. ഓയിൽ സീൽ പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും പൈസ ചിലവാക്കി റെഡി ആക്കണം. അപ്പോൾ പലരും പല ഫോർക്കുമാണ് ഇടാറ്. ചിലർ ഗ്ലാഡിയേറ്ററിൻ്റെ ഒക്കെ ഇടാറുണ്ട്. അതാകുമ്പോൾ ഒന്നും കൂടി ഫ്രണ്ടിൽ ഹൈറ്റ് ഉണ്ടാവും. നമ്മളിപ്പോൾ ചൂസ് ചെയ്തിരിക്കുന്നത് പൾസറിൻ്റെതാണ്. അപ്പോൾ ഗ്ലാഡിയേറ്ററിൻ്റെ എല്ലാം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ പൾസർ ആകുമ്പോൾ എല്ലാ പൊളി മാർക്കറ്റിലും ഉണ്ടാവും. പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് ഡിസ്ക് പ്ലേറ്റ്, അതുപോലെ തന്നെ വീൽ ഹബ്ബ്, പിന്നെ നമ്മുടെ ഫ്രണ്ട് ബ്രേക്ക് ലിവർ സെറ്റ്, ഡിസ്ക് ബ്രേക്കിൻ്റെ ലിവർ സെറ്റ്, അതുപോലെ തന്നെ നമ്മുടെ കാലിബർ. ഇതൊക്കെയാണ് നമ്മൾ പൊളി മാർക്കറ്റിൽ നിന്ന് വാങ്ങേണ്ടത്. ഇതാണ് വീൽ ഹബ്ബ്. വീൽ ഹബ്ബ് ഏകദേശം 300 രൂപ കേട്ടോ വില വന്നത്. 300 രൂപ വില വന്ന് ഈ സ്ക്രൂ ഉള്ളിടത്താണ് പ്ലേറ്റ് ഉണ്ടാവുക. അത് ഊരിയിട്ട് ഇപ്പോൾ നമ്മൾ വീല് കെട്ടിക്കാൻ വേണ്ടിയൊരു വീൽ വർക്കിംഗ് കടയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പുതിയ ഒരു സാധനം വാങ്ങാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ വീൽ കമ്പി. വീൽ കമ്പി ഏകദേശം 50 രൂപയുണ്ട് നമുക്ക് വില വന്നത്. 36 കമ്പിയാണ് വേണ്ടത്. 36 കമ്പി. പൾസറിൻ്റെ ഫ്രണ്ട് വീൽ കമ്പി എന്ന് ചോദിച്ചാൽ എല്ലാ സ്പെയർസ് കടയിലും സാധനം കിട്ടും. അപ്പോൾ നമ്മൾ പഴയ വീല് കട്ട് ചെയ്യണേ. പഴയ വീല് കട്ട് ചെയ്തിട്ട് ഈ വീൽ ഹബ്ബും ആ വീൽ കമ്പിയും പഴയ റിമ്മിൽ അടിക്കാനുള്ള സെറ്റപ്പാണ്. അപ്പോൾ ഇക്ക പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മൂപ്പര് സെറ്റാക്കുകയാണ്. നമുക്ക് വീൽ കമ്പിയും ഇക്കാൻ്റെ അടുത്ത് നിന്ന് തന്നെ കിട്ടിയത്. വീൽ കമ്പിയും പണിക്കൂലിയും അടക്കം 600 രൂപയാണ് നമുക്ക് വീലിൻ്റെ ഈ പണിക്ക് വന്നത്. അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ എല്ലാ വീൽ പണിക്കാരെ കയ്യിലും കമ്പി ഉണ്ടാവില്ല, നിങ്ങൾ വാങ്ങി കൊണ്ടുപോകണം. അപ്പോൾ ഇക്കതാ അടിപൊളിയായിട്ട് വീലൊക്കെ കെട്ടി ഉഷാറാക്കി തന്നിട്ടുണ്ട്. നമ്മളെ നാട്ടിലത്തെ ബെസ്റ്റ് വീൽ പണിക്കാരനാണ് ഇക്ക. അപ്പോൾ ഇതാ നമ്മളെ വീലിൽ ഡിസ്ക് പ്ലേറ്റും ടയറൊക്കെ ആഡ് ചെയ്തു. ഫുൾ സെറ്റാണ്. പിന്നെ ഡിസ്ക് പ്ലേറ്റിന് എല്ലങ്കിയാണ് വരല്. എല്ലങ്കിയായിട്ടാണ് സ്ക്രൂ ചെയ്തത്. ഈ ഡിസ്ക് പ്ലേറ്റിനും അതുപോലെ തന്നെ അടിയത്തെ വീൽ ഹബിനും കൂടി 300 രൂപയാണ് നമുക്ക് വില വന്നത്. 300 രൂപയാണ് നമുക്ക് വില വന്നത് കേട്ടോ. ഈ വീൽ ഹബും ഡിസ്ക് പ്ലേറ്റും ഒക്കെ പൾസറിന് തന്നെ വാങ്ങണം കേട്ടോ. നിങ്ങൾ ഏത് വണ്ടീൻ്റെ ആണോ എടുക്കുന്നത് ഫോർക്ക്, അതിൻ്റെ തന്നെ എല്ലാം വാങ്ങാൻ ശ്രമിക്കുക. ചില വണ്ടികൾക്ക് മാത്രമേ RXന് കയറ്റാൻ പറ്റുള്ളൂ. പിന്നെ ഈ പിനിയൻ എന്താണെങ്കിലും വേണം. 145 രൂപ വില വരുന്നുള്ളൂ. പുതിയ തന്നെ വാങ്ങിക്കൊണ്ടി. പിന്നെ സ്പീഡോമീറ്ററൊക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിനിയന് നിർബന്ധമാണ് കേട്ടോ.
പിനിയനിലാണ് നമ്മൾ കേബിൾ കണക്ട് ചെയ്യല് സ്പീഡോമീറ്ററിൻ്റെ. അതുപോലെ തന്നെ കാലിവർ നമുക്ക് പൊളി മാർക്കറ്റിൽ നിന്ന് പഴയത് കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ട് 1100 രൂപ കൊടുത്ത് പുറത്തുനിന്ന് പുതിയത് വാങ്ങേണ്ടി വന്നു. അപ്പം നിങ്ങൾ പരമാവധി പൊളി മാർക്കറ്റിൽ നിന്ന് തന്നെ പഴയത് വാങ്ങിയാൽ മതി. പുതിയതും പഴയതും വലിയ വ്യത്യാസമൊന്നുമില്ല. പഴയത് നല്ലതാണെന്ന് നോക്കി ചെക്ക് ചെയ്തിട്ട് വാങ്ങുക. വലിയ കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല പഴയതിന്. അപ്പോൾ പരമാവധി പഴയത് തന്നെ വാങ്ങാൻ ശ്രമിക്കുക. പുതിയതിന് നല്ല വില ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഡിസ്ക്ലിവർ സെറ്റ് വാങ്ങിയത്. ഡിസ്ക്ലിവറും അതുപോലെ തന്നെ ഫ്ലൂയിഡ് ടാങ്കും ഒക്കെ കൂടുതൽ ഈ സെറ്റ് വാങ്ങിയത്. ഇത് പൊളിയെന്നാണ് കേട്ടോ വാങ്ങിയത്. നിങ്ങൾ പൈസ ഉണ്ട് എന്നുണ്ടെങ്കിൽ പരമാവധി പുതിയത് തന്നെ വാങ്ങുക. ബജാജിൻ്റെ ഷോറൂമിലും അതേപോലെ തന്നെ സ്പെയർ പാർട്സ് കടയിലും ഈ സെറ്റ് കിട്ടും. കേബിളടക്കം 1000-600 രൂപ വരണേ ഉള്ളൂ. ഇതിനിപ്പോൾ ഈ പഴയതിന് 350 രൂപ നമുക്ക് വില വന്നിട്ടുണ്ട്. വലിയ നീറ്റൊന്നുമില്ല, ഒന്ന് പെയിൻ്റ് അടിച്ച് ഉഷാറാക്കാനുണ്ട്. അതുപോലെ തന്നെ പഴയതെടുക്കുന്നവർ ഈ ടാങ്ക് ഒന്ന് തുറന്നു നോക്കുക. കുറേ കാലം ഇരുന്നുകൊണ്ട് ഒരുപാട് ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിലത്തെ ഡിസ്കോയിലൊക്കെ ഒന്നാകെ കട്ട പിടിച്ചിട്ടുണ്ടാവും. മൊത്തം ക്ലീൻ ചെയ്തതിന് ശേഷം സെറ്റാക്കുക. അപ്പോൾ ഞാൻ ഇനി നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഈ ഫോർക്ക് എങ്ങനെ ഊരാന്നാണ് കേട്ടോ. ഒരുപാട് പേർക്ക് പഴയത് ഊരിയിട്ട് വേണം പുതിയത് ഇടണമെങ്കിൽ. അപ്പോൾ ഞാൻ കാണിച്ചു തരാണ്. ജസ്റ്റ് കാണിച്ചു തരാൻ ടയറൊന്നും ഇല്ല, ജസ്റ്റ് എങ്ങനെ ഊരണ്ടിയെന്ന് മാത്രമാണ് കേട്ടോ കാണിച്ചു തരുന്നത്. ആദ്യം ഈ ആക്സിലിന് നെട്ട് ഊരിയതിന് ശേഷം നമുക്ക് ഒരു ചുറ്റി കൊണ്ടൊന്ന് അടിച്ചാൽ മതി. ചുറ്റി കൊണ്ട് അടിച്ചിട്ട് ഊരിയെടുക്കുക. ഊരിയെടുത്തതിന് ശേഷം ഈ പോർഷനിലായിട്ടാണ് നമ്മളെ ടയർ ഉണ്ടാവുക. ടയർ ഒന്ന് സാധാ ഡം ബ്രേക്ക് ആണെന്നുണ്ടെങ്കിൽ ഈ സൈഡത്തെ ഇത് അടർത്തിയിട്ട് വലിച്ച ടയർ നമുക്ക് കണ്ട് ഊരിയെടുക്കാം. അതിനുശേഷം നമ്മൾ മഡ് ഗാർഡാണ് ഊരേണ്ടത്. മഡ് ഗാർഡൊന്നും ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി വെച്ചാണ് കേട്ടോ കൈ കൊണ്ടൊക്കെ ഊരിയെടുക്കുന്നത്. രണ്ടും സ്പാനർ കൊണ്ട് ഊരിയെടുക്കുക. അടുത്ത നമ്മൾ ഊരേണ്ടത് ഈ നമ്പർ പ്ലേറ്റിൻ്റെ ഈ 2 സ്ക്രൂ ആണ് കേട്ടോ. 2 സ്ക്രൂ ഊരിയെടുക്കുക. ഇനി നമ്മൾ ഊരേണ്ടത് ഈ നെട്ടാണ് കേട്ടോ. ഈ നെട്ട് ഊരണം. നെട്ടൊക്കെ അത്യാവശ്യം ടൈറ്റ് ഉണ്ടാവും. ഒരുപാട് കാലമായിട്ട് ഊരിയ വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഞാനിത് ഒരു വട്ടം ഊരി വെച്ചോണ്ടാണ് കേട്ടോ ഇത്ര സിമ്പിളായിട്ട് ഊരിയെടുക്കണേ. അതേപോലെ ഇപ്പുറത്തത് ഊരും കേട്ടോ. ഇപ്പുറത്ത് ഞാൻ ഊരണില്ല, ഒന്ന് മാത്രം ഊരിയിട്ട് കാണിച്ചു തരുന്നുള്ളൂ. പിന്നെ നമ്മൾ ഊരേണ്ട നെട്ടാണ് ഈ സൈഡത്തെ നെട്ട്. ഈ സൈഡത്തെ നെട്ട് 2 സൈഡും ഉപയോഗിച്ച് ഊരേണ്ടി വരും. ഒരു സൈഡ് തിരിക്കുമ്പോൾ മറ്റേ സൈഡും ഓട്ടോമാറ്റിക്കലി കറങ്ങും. ജസ്റ്റ് ലൂസാക്കി വെച്ചാൽ മതി, മൊത്തത്തിൽ ഊരി എടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ലൂസാക്കിയതിന് ശേഷം ഒന്ന് ഇളക്കിയാൽ തന്നെ ജസ്റ്റ് ഫോർക്കൊന്ന് ഇളക്കി വലിച്ചാൽ തന്നെ ഫോർക്ക് ട്യൂബ് കിട്ടും. ഇനി അഥവാ നെട്ടൊന്ന് ഊരിയിട്ടും നെട്ടൊക്കെ ലൂസാക്കിയിട്ടും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ പോർഷൻ ഉണ്ടല്ലോ, അവിടുത്തെ ആ റബ്ബർ ബുഷ് എടുത്ത് ഒഴിവാക്കിയതിന് ശേഷം നമ്മുടെ ആക്സിൽ എടുക്കുക. ആക്സിൽ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റുകൊണ്ട് അടിച്ചു കൊടുത്താൽ മതി. ജസ്റ്റ് ചുറ്റുകൊണ്ടൊന്ന് അടിച്ചു കൊടുത്താൽ നൈസായിട്ട് അത് ഊരി വീണോളും. സീനൊന്നുമില്ല, നൈസായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ എങ്ങനെ ഫോർക്ക് ഊരിൽ നിന്ന് കണ്ടു, നമ്മൾ അതേപോലെ നമ്മൾ ഡിസ്ക് അസംബിൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ പൾസറിൻ്റെ ഫോർക്ക് നമ്മൾ അസംബിൾ ചെയ്യാം. ഫസ്റ്റ് ഒരു ഫോർക്ക് മാത്രമേ നിങ്ങൾ കയറ്റും കേട്ടോ. അത് മുകളിൽ ടോപ്പ് എൻഡ് വരെ എത്തിക്കുന്നു ചെക്ക് ചെയ്തതിന് ശേഷം ടൈറ്റ് ചെയ്യുക. ഈ മുകളിലത്തെ സ്ക്രൂ ആദ്യം ടൈറ്റ് ചെയ്യുക. അതിന് ശേഷം അടിയിലുള്ള ഞാൻ കാണിച്ചു തരാം, ഈ അടിയത്തെ സ്ക്രൂവും ടൈറ്റ് ചെയ്യുക. ഒന്ന് മാത്രം ഉണ്ടോ ആദ്യം ചെയ്യേണ്ടത്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുമെന്നറിയില്ല. ഞാൻ ഇപ്പോൾ അപ്പുറത്ത് ഫിറ്റ് ചെയ്തെന്ന് വിചാരിച്ചു. അവിടെ എല്ലാ സ്ക്രൂവും സെറ്റ് ചെയ്തു. ഇപ്പോൾ രണ്ടാമത്തത് ഇട്ടതിന് ശേഷം ടൈറ്റ് ആകാതെ ജസ്റ്റ് ആക്സിൽ ഇട്ട് വെക്കുക. മനസ്സിലായോ? എന്നിട്ട് അലൈൻമെൻ്റ് ഒക്കെ അപ്പോൾ കറക്റ്റായി കിട്ടും. എന്നിട്ട് ഇപ്പുറത്തെ സൈഡത്തെ നെട്ടും ബോൾട്ടൊക്കെ കറക്റ്റ് ചെയ്യുക. അങ്ങനെ കേട്ടോ. ഒറ്റ ഫോർക്കുമ്പോൾ തന്നെ നിങ്ങൾ ക്ലിയർ ചെയ്താണ് കേട്ടോ. ഇനി മഡ് ഗാർഡാണ് ആഡ് ചെയ്യണത്. പൾസറിന്റെ ഫോർക്ക് ഹബിൽ നമ്മളെ RX-ന്റെ മഡ് ഗാർഡ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഡ്രില്ല് ചെയ്തിട്ട് വേറെ ഹോൾ ഇടേണ്ടി വരും. നമ്മളെ RX-ന്റെ മഡ് ഗാർഡ് പൾസറിന്റെ ഫോർക്കിൽ സെറ്റ് ആക്കാൻ ഹോൾ ഇടേണ്ടി വരും. അപ്പോൾ നമ്മൾ ടയർ കയറ്റാണ് കേട്ടോ. ടയർ കയറ്റുമ്പോൾ നല്ല വൃത്തിയിൽ തന്നെ വെക്കാൻ ശ്രമിക്കുക. ഈ സൈഡിലുള്ള പിനിയനൊക്കെ കറക്റ്റ് ചെയ്ത് കറക്റ്റ് പോർഷനിലാക്കിയിട്ട് തിരിച്ചു വെക്കണം. കുറച്ച് പണിയാണ് ടയർ കയറ്റുമ്പോൾ. ഒരാളെ സഹായം എന്താണെങ്കിലും വേണം. അപ്പം പിനിയന് ഞാൻ പറഞ്ഞുതരാം, 1 by 1 ആയിട്ട് പറഞ്ഞുതരാം. പിനിയന് കറക്റ്റ് ചെയ്തിട്ട് ആ സൈഡിലേക്ക് തിരിച്ചു വെച്ചതിന് ശേഷം ആക്സിൽ നൈസായിട്ട്
നൈസായിട്ട് ഫുള്ള് അടിച്ച് കയറ്റരുത് കേട്ടോ. ഫുള്ള് കയറ്റാതെ പകുതി ജസ്റ്റ് ഒന്ന് ചുറ്റിക്കൊണ്ട് അടിക്കുക. അതിന് ശേഷം ഈ സൈഡിലുള്ള വാഷർ അടക്കമാണ് നമ്മൾ വെക്കേണ്ടത്. ഈ വാഷർ നമുക്ക് ഡിസ്ക് സെറ്റ് വാങ്ങുമ്പോൾ തന്നെ അവിടെ നിന്ന് കിട്ടും. അഥവാ കിട്ടിയില്ലാണ്ടെങ്കിൽ വർക്ക്ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ആ ഗ്യാപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ വാഷർ. അതൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആക്ച്വലി ഫുള്ള് അടിച്ച് സെറ്റ് ചെയ്തതിന് ശേഷം നെറ്റ് ഇട്ടിട്ട് മുറുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ കാലിബർ സെറ്റ് ചെയ്യാൻ പോകുന്നുണ്ടോ. കാലിബർ സെറ്റ് ചെയ്യണതിന് മുന്നേ ഇത് അടഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഒന്ന് വൈഡാക്കി കൊടുത്താൽ അതുകൊണ്ട് അകന്നിരിക്കും. അടഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഒന്ന് അകത്തിയാൽ മതി. അകത്തിയതിന് ശേഷമാണ് നമ്മൾ വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ കാലിബർ കയറ്റാൻ പോകുന്നുണ്ടോ. ജസ്റ്റ് ഡിസ്ക് പ്ലേറ്റിൻ്റെ ഗ്യാപ്പിലേക്ക് നമ്മുടെ കാലിബർ കയറ്റി വെച്ചിട്ട് നമ്മുടെ ഫോർക്ക് ഹബിൻ്റെ സ്ക്രൂയിങ് പോർഷനിലേക്ക് കറക്റ്റ് വെച്ചാൽ മതി. ആ പോർഷനിലേക്ക് കറക്റ്റ് വെച്ചിട്ട് സ്ക്രൂ ചെയ്യാണ്. കറക്റ്റ് കിട്ടും. എന്നിട്ട് നമ്മൾ സ്ക്രൂ ചെയ്യുക. ഇനി നമ്മൾ അടുത്ത പരിപാടി എന്താ വെച്ചാൽ ഈ ഫ്ലൂയിഡ് ടാങ്ക്, ഡിസ്കോയിൽ ഒഴിക്കുന്ന ഫ്ലൂയിഡ് ടാങ്ക് ഊരുക, സ്ക്രൂ ഊരി എടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കി എന്താ അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ. നമ്മൾ പഴയതാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ഒരുപാട് അഴുക്കുണ്ടാവും. പുതിയതാകുമ്പോൾ വലിയ വിഷയമില്ല. പഴയതാണെങ്കിൽ ഒന്ന് തുറന്നു നോക്കുക. ഇതിൻ്റെ അകത്ത് വലിയ പ്രശ്നമില്ല. മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഡിസ്കോയിൽ ഒഴിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്ലൂയിഡ് ടാങ്ക് ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, ഡിസ്കോയിൽ ഒഴിക്കുക. ഡിസ്കോയിലൊക്കെ എല്ലാ സ്പെയർ കടയിലും കിട്ടും. പുറത്ത് കളയാതെ ഒഴിക്കുക കേട്ടോ. അത്ര വില ഒന്നും ഇല്ലെങ്കിൽ നല്ലൊരു സാധനമാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ കേബിൾ കണക്ട് ചെയ്യണതിന് മുൻപായിട്ട് ജസ്റ്റ് ഒന്ന് പമ്പ് ചെയ്യുക. ലിവർ ഒന്ന് പമ്പ് ചെയ്തിട്ട് കുറച്ച് ഡിസ്കോയിൽ പുറത്തേക്ക് കളയുക. എന്താ വെച്ചാൽ നമ്മളെ കേബിൾ പഴയതാണെന്നുണ്ടെങ്കിൽ ഇനി ഉള്ളിൽ എന്തെങ്കിലും സ്റ്റെക്ക് ഉണ്ടോ നോക്കാനാണ്, പുറത്ത് വരുന്നുണ്ടോ നോക്കുക. ഇനി നമ്മളെ ഡിസ്ക് കേബിൾ എന്ത് ചെയ്യുക, കാലിബറിൽ കണക്ട് ചെയ്യുക. ഈ നെറ്റ് ഊരിയിട്ട്, ചിലപ്പോൾ ഈ കാലിബർ വാങ്ങുമ്പോൾ ഈ നെറ്റൊന്നും കിട്ടില്ല. അപ്പോൾ ഇതൊക്കെ സെപ്പറേറ്റ് നിങ്ങൾ വാങ്ങണം കേട്ടോ. നിങ്ങൾ പരമാവധി പൊളി മാർക്കറ്റിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ എല്ലാത്തിൻ്റെയും നെറ്റ് വാങ്ങാൻ മറക്കരുത്. ഒക്കെ സെപ്പറേറ്റ് വാങ്ങേണ്ടി വരും. കാലിബർ ഇതേപോലെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുക. കാലിബറിൽ ഡിസ്ക് കേബിൾ ടൈറ്റ് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോണത്, നമ്മൾ ഓൾമോസ്റ്റ് ഡിസ്ക് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ ബ്ലേഡ് വാൾവിൽ ജസ്റ്റ് ഒരു പൈപ്പ് കണക്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ബ്ലേഡ് വാൾവിൽ പൈപ്പൊക്കെ കണക്ട് ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ബ്ലേഡ് വാൾവിൻ്റെ പൈപ്പ് ഒരു കുപ്പിയിലേക്ക് ജസ്റ്റ് വെച്ച് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ആ ഡിസ്കോയിൽ പുറത്ത് പോകേണ്ട വെച്ചിട്ട് വെച്ചാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്പാനർ വെച്ചിട്ട് ഈ ബ്ലേഡ് വാൾവിൻ്റെ നെറ്റ് ലൂസാക്കിയതിന് ശേഷം നമ്മുടെ ഡിസ്ക് ലിവർ അപ്ലൈ ചെയ്ത് കൊടുക്കുക, പമ്പ് ചെയ്ത് കൊടുക്കുക. പമ്പ് ചെയ്ത് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതിൽ എയർ ഉണ്ടെങ്കിൽ മൊത്തത്തിൽ എയറിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാകാൻ പാടില്ല. വീണ്ടും ടൈറ്റ് ചെയ്യുക. അതേ പ്രോസസ്സ് നമ്മൾ വീണ്ടും ചെയ്യുക. ഒരു 3-4 പ്രാവശ്യം ഈ പ്രോസസ്സ് ചെയ്യണം. വീണ്ടും ലൂസാക്കുക, പമ്പ് ചെയ്യുക. പമ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, പമ്പ് ചെയ്ത് ആ ലിവർ പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഉണ്ടോ ടൈറ്റ് ചെയ്യേണ്ടി. ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം വീണ്ടും ടൈറ്റ് ചെയ്യുക. ഇതേ പ്രോസസ്സ് ഒരു 2-3 പ്രാവശ്യം ചെയ്താൽ തന്നെ ലിവറിന് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ടൈറ്റ് അനുഭവപ്പെടും. അത്യാവശ്യം നല്ല സെറ്റാവും. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ, ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഓയിലിൻ്റെ അളവ് കുറഞ്ഞു വരും. അപ്പോൾ വീണ്ടും ഫില്ല് ചെയ്ത് കൊടുക്കട്ടോ. ഇപ്പോൾ അത് കണ്ടില്ലേ, അത്യാവശ്യം നല്ല രീതിയിൽ ലിവറിന് ടൈറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അകത്തെ കവർ വെക്കുകയാണ്, റബ്ബർ കവർ. അത് വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ കറക്റ്റായിട്ട് അത് ക്ലീൻ ചെയ്യുക കേട്ടോ. വെള്ളത്തിൻ്റെ കണ്ടൻ്റ് ഒന്നും ഇല്ലാതെ ആ റബ്ബർ വൈസർ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ റിസർവർ ക്യാപ്പ് വെക്കാൻ പോവാണ്. റിസർവർ ക്യാപ്പ് വെക്കുമ്പം വേറൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. മൊത്തത്തിൽ ഒരു സൈഡ് ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം മറ്റേ സൈഡ് ടൈറ്റ് ചെയ്യലല്ല. ഫസ്റ്റ് ഒരു സൈഡ് കുറേശ്ശെ ടൈറ്റ് ചെയ്ത് പിന്നെ അടുത്ത സൈഡ് കുറേശ്ശെ ടൈറ്റ് ചെയ്യുക. അങ്ങനെയാണ് രണ്ടും മൊത്തത്തിൽ ടൈറ്റ് ചെയ്യേണ്ടത്. ഞാൻ കാണിച്ചു തരാം.
ഫസ്റ്റ് ഇത് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യുക, അതിനുശേഷം അപ്പുറത്തെ ടൈറ്റ് ചെയ്യുക. അങ്ങനെ 2 ഘട്ടമായിട്ട് നിങ്ങൾ ടൈറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വണ്ടീൻ്റെ കളർ നൈസായിട്ട് മാറിയിട്ടുണ്ട്. യെല്ലോ കളറായിരുന്നു വീഡിയോ തുടങ്ങിയ ടൈമിൽ, ഇപ്പോൾ ബ്ലാക്ക് ആയിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് പാർട്ട് നമ്മളൊക്കെ ഡിലീറ്റ് ആയി പോയിട്ട് രണ്ടാമത് എടുക്കുകയാണ്. അപ്പോഴേക്കും വണ്ടി പെയിൻറ്റും അടിച്ചിരുന്നു. എന്താണെങ്കിലും വീഡിയോ ഒന്ന് കളർഫുള്ളായി അല്ലേ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഡിസ്ക് ബ്രേക്ക് മൊത്തത്തിൽ അസംബിളൊക്കെ ചെയ്തു ഫുൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഫുൾ സെറ്റാണ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ബ്രേക്ക് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് എത്രത്തോളം നമ്മുടെ ഡിസ്ക് ബ്രേക്ക് സക്സസ് ആയി എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഡിസ്ക് ബ്രേക്ക് അടിപൊളിയായിട്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സക്സസ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് റൈഡ് ചെയ്ത് കാണിച്ചു തരാം. പിന്നെ വേറൊരു കാര്യം, വണ്ടിയുടെ കളർ ഇടക്ക് മഞ്ഞയും കറുപ്പുമായിട്ട് മാറുന്നുണ്ട്. എന്താ വെച്ചാൽ ആ ബ്ലീഡ് ചെയ്യണ പോർഷനാണ് നമ്മളത് ഡിലീറ്റ് ആയി പോയത്. അപ്പോൾ ആ റൈഡ് ചെയ്ത് കാണിച്ചതിലൊക്കെ മഞ്ഞ കളറാവും വണ്ടിക്ക്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ വേറൊരു കാര്യം, ഞാനൊരു പക്ക മെക്കാനിക്കൊന്നുമല്ല. എൻ്റെ ഒരു അറിവ് വെച്ചിട്ടും ഇത്രയും കാലം ഡിസ്ക് കയറ്റിയൊരു പരിചയം വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ.